പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് മൂവി. അപ്പോൾ അതും നല്ലൊരു ലീഡ് ക്യാരക്ടർ, അതും ഇത്രയും പേരുടെ കൂടെ. അപ്പോൾ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതിനി 12-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ മൊത്തത്തിൽ ഞാനൊരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, എന്തൊക്കെ ഇനി എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇനി അടുത്തൊരു മൂവിയും കൂടെ ഞാൻ അനൗൺസ് ചെയ്ത് പൂജയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇനി എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പോകുന്നത്. അതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് ബിഗ് ബോസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് അല്ലേ? ഓക്കെ, അഖിലേട്ടാ. എനിക്കങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, അത് പൊതുവെ ഒരു കാര്യത്തിലും ഇല്ല. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇവനെ ബിഗ് ബോസ് വിന്നർ ആവുന്ന സമയത്തും ഞാൻ വളരെ കാമായിരുന്നു. കുറെ അതെനിക്കറിയില്ല, അങ്ങനെ ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ലൈഫിലെ പല അച്ചീവ്മെന്റുകളും, അതായത് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടതൊക്കെ പിന്നീട് നേടിയെടുത്തപ്പോഴും ഇതിലും വലുത് ചെയ്യണമെന്ന ചിന്ത കിടക്കുന്നുകൊണ്ടാണോ അതോ ഇതിലൊന്നും ഞാൻ തൃപ്തനല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഫ്ലാറ്റ് വാങ്ങിയപ്പോഴും വണ്ടി എടുത്തപ്പോഴും ഒക്കെ ഇവരൊക്കെ ഇങ്ങനെ പറയും, അങ്ങനെ തലേന്നൊക്കെ വിളിച്ചിട്ട് ഇവള് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാം ഇപ്പൊ അങ്ങനെ. അതുകൊണ്ട് ഒരു ഉള്ളിൽ തൊട്ട് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. സിനിമ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് ഞാൻ ഈ റൈറ്റർ ഡയറക്ടറായിട്ടാണ് നല്ല ബിഗ് ബോസിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പടം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ നിൽക്കുന്ന സമയത്ത് കുറേ പ്രോജക്റ്റുകൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പലരായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോഴൊക്കെ പലവിധ കാരണങ്ങളാൽ ഞാനതിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. ഈ സിനിമയെ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയതാണ്. അതായത് താല്പര്യമില്ല, ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്തും ഇല്ല, ഞാൻ താല്പര്യമില്ല, മാറി. പിന്നീട് എൻ്റെ കൺട്രോളിൽ വിളിച്ച സമയത്തും ആദ്യം പരമാവധി വേണ്ടെന്ന് വെച്ച് മാറിപ്പോയതാണ്. പിന്നെ അപ്പം അഭിഷേക്, ആക്ച്വലി ഇതിനകത്ത് നായകൻ അഭിഷേകാണ്. എന്ന് വെച്ചാൽ പടത്തിലെ ഒരു മെയിൻ ലീഡ് അബിയാണ്. അപ്പം ഞാൻ ഇതിൽ വിളിക്കുന്ന സമയത്തും അബി അങ്ങനെ ഒരു മെയിൻ ലീഡ് ആവുന്ന പടത്തിലൊരു വളരെ സുപ്രധാനമായൊരു കഥാപാത്രം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചോടാ എങ്ങനെയാണ് പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പിന്നെ പറയുന്നില്ല. അതായത് ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണമായ മറ്റൊരു ഘടകം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായിരുന്നു എന്നെ സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം. പക്ഷെ രണ്ടായാലും എനിക്ക് സ്വയം തോന്നിയൊരു സത്യമുണ്ട്. ഈ ഞാൻ വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോഴും എന്നെ ഇതിലേക്ക് കൊണ്ടിടുകയായിരുന്നു. അതായത് ഈ സിനിമ, ഈ കഥാപാത്രം നമ്മൾ ചെയ്യണമെന്ന് ചിന്തിച്ച ഒരു ശക്തിയുണ്ട്. എൻ്റെ ലൈഫിൽ പലപ്പോഴും ചെയ്തതുപോലെ ബിഗ് ബോസിൽ ഞാൻ പോരുത് എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് നമ്മൾ എത്തി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചു, ഇത്തവണത്തെ ബിഗ് ബോസിൽ 100 ദിവസത്തെ ഡ്രസ്സ് കൊടുത്താണ് കയറിയ പലരും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിറങ്ങി രഞ്ജിത്ത് മുൻഷി ആയാലും 2 ആഴ്ച കഴിഞ്ഞിറങ്ങി വിൻസി ആയാലും ഇവരൊക്കെ പിന്നീട് പരാതി പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ 2 ആഴ്ചത്തേക്കുള്ള തുണി പോലും എടുത്തിട്ടില്ല, ആദ്യത്തെ ആഴ്ച എന്നെ എവിക്ട് ചെയ്ത് പുറത്താക്കുമെന്ന് കരുതി മാക്സിമം പിടിച്ച് നിൽക്കാൻ കരുതി പോയിട്ട് നമുക്ക് അങ്ങനെ നന്നായി വന്നു. ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കണക്ക് ഞാൻ മനസ്സിലിപ്പോൾ ചിന്തിക്കുന്നത് എല്ലാം ലൈഫിൽ സംഭവിക്കുന്ന ഒരു നിയോഗം പോരാ. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോഴും വേണ്ട, നീ തന്നെ ചെയ്താൽ മതി, നീ തന്നെ ചെയ്താൽ മതി, അങ്ങനെ നമുക്ക് ചെയ്യാമോ കേട്ടോ. നിങ്ങൾ 3 പേരുടെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബിഗ് ബോസ് ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ച ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ലൈക്ക് അങ്ങനെ ആയിരിക്കും, കാസ്റ്റിംഗിലും അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും എടുത്തത്. അങ്ങനെ ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കിയായിരുന്നു, ലാലേട്ടനെയൊക്കെ കൊണ്ടുവന്നും ലാലേട്ടൻ, അഖിലേട്ടന്റെ ക്യാരക്ടറിൽ ലാലേട്ടൻ തോന്നുന്നില്ലേ വേലായുധൻ വെറുതെ ഞാൻ മുള്ളൻകൊല്ലി എന്ന് കേട്ടപ്പോ തന്നെ ആ പാട്ടിന്റെ അടുത്ത് വേർഡ് അല്ലല്ലേ അത്? മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു അല്ല, അത് അതായത് ആക്ച്വലി വയനാട്ടിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വയനാട്ടിൽ തന്നെ സ്ഥലമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ കഥയിൽ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു പ്രദേശം, അങ്ങനെ ഒരു പ്രദേശത്ത് നടക്കുന്ന. പക്ഷെ ആ പേര് ഭയങ്കര കാച്ചിങ് ആണ്. പെട്ടെന്ന് എല്ലാവരും മുള്ളൻകൊല്ലി, ലാലേട്ടനും ആ ഒരു സിനിമ ആക്ച്വലി എല്ലാരും ചോദിച്ചത്, നമ്മളടുത്ത് ഈ പേര് കേൾക്കുമ്പോ ചോദിക്കുന്നത് അതാ, അതായിട്ട് റിലേറ്റഡ് ആണോ എന്നൊക്കെ. പക്ഷെ ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല, വേറെ നാട്ടിൽ നടക്കുന്ന വേറെ ആളുകളുടെ കഥയാണ് തീർച്ചയായിട്ടും. അപ്പൊ ബിഗ് ബോസ് ആയിട്ട് മീഷോയിൽ നിന്ന് മേടിച്ച സ്വന്തമായിട്ടാ പറയുന്നേ. എന്നെ ട്രോള എനിക്ക് സപ്പോർട്ട് വേണ്ടത്. അത് ബാക്കി ഒരു മീഷോയിൽ നിന്ന് ഉള്ളെങ്കിൽ വേലായത് ഒരു വിഷയമുള്ള കാര്യമല്ല. ട്രോളന്മാരെ അപ്പൊ ഒരു പോയിന്റ് ഇവിടുന്ന് തന്നെ കിട്ടി. ഇതൊന്നും ഞാൻ അതെപ്പോഴേ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് മാധവ് സുരേഷിന്റെ ട്രോളും നമ്മുടെയൊക്കെ വെച്ചിട്ട് നമ്മളെയൊക്കെ കുറെ ആൾക്കാർ ഇപ്പൊ ട്രെയിലർ കണ്ട എല്ലാരും പറഞ്ഞു ഇതിനകത്ത് എന്താ എത്ര പ്രശ്നം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. 5 പൈസ മുടക്കാതെ ട്രെയിലർ ഹിറ്റാക്കി
അതെ ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മൂവിയിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളാ കമന്റ് ഓഫ് ചെയ്തിട്ട് അതെ മറ്റേ ഇത് റാംജി റാവുല് ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കിയിടക്ക ഈ പത്രക്കാര് ഫാൻസിന്റെ ഒരു കാര്യമൊക്കെ ഇവന്മാര് നമ്മള് ഫാൻസിനെക്കാട്ടും കൂടുതൽ മറ്റേ ടീമൊക്കെ സന്തോഷം. ഫാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് സോഷ്യൽ മീഡിയയിൽ അടിയുണ്ടാക്കാൻ, അതായത് ഇപ്പൊ നമ്മളെ ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് നമ്മളൊരു നല്ല കണ്ടന്റ് ഉണ്ടല്ലോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ 4 പേര് ഒന്ന് തെറി വിളിച്ചാൽ ആരും അതിനകത്തോട്ട് പോകത്തില്ല. കാര്യം നമ്മൾ ഒരു വേസ്റ്റ് പൂവിനെ ഒരു സൈഡിൽ കിടക്കുന്നത് അതിൽ കിടന്നുകൊണ്ട് കുറെ ഈച്ചയും പുഴുക്കളും എല്ലാം കൂടെ കിടന്ന് അടിയിടുന്നതിൻ്റെ അടുത്ത് എന്നാ പിന്നെ അതിനകത്തുനിന്ന് 4 ഈച്ച അങ്ങ് മാറ്റിയേക്കാം എന്ന് നമ്മൾ ആരും പോകാറില്ല. അതവിടെ കിടന്ന് അടി ഉണ്ടാക്കട്ടെ എന്ന് നമ്മളങ്ങ് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നെഗറ്റീവ്സ് ഒരുപാട് കമന്റ്സിൽ വരുമ്പോൾ അതിനകത്തേക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ലെങ്കിലും ആരും വന്ന് അഭിപ്രായം സപ്പോർട്ട് ചെയ്യും. അവരങ്ങ് മാറിപ്പോ അവർ ഏമാരെന്തെങ്കിലും കിടന്ന് കാണിക്കട്ടെ എന്ന് വിചാരിക്കും. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് റിപ്ലൈ ആയിട്ട് തെറി വരും. വെറുതെ പിന്നെ എന്നാ പിന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? അത് കണ്ടു ഇഷ്ടപ്പെട്ടു. പക്ഷെ ആത്യന്തികമായിട്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഇവരാണ് ഐശ്വര്യം. ഞാൻ വീടിന്റെ വെളിയിൽ അടിച്ചു വയ്ക്കാൻ പോവാ. ശത്രുക്കൾ എന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം. അതാ സത്യം. അത് സത്യമാണ്. നമ്മൾ പോലും അറിയാതെ ഇപ്പം സെറീനയുടെ പണ്ടത്തെ ടിക്ടോക്ക് ഒക്കെ വരുന്നുണ്ട്, കണ്ടായിരുന്നു? അയ്യോ മോർഫിങ്. അയ്യോ അല്ല 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 ടിക്ടോക്ക് വന്നോ? ആ ടിക്ടോക്ക് പണ്ടത്തെ ടിക്ടോക്ക് ഇവര് മറ്റേ VPN-ഒക്കെ വെച്ച് കയറി ഇറങ്ങി ഈ വീഡിയോ എവിടെന്നാ കിട്ടുന്നേന്നൊക്കെ ചോദിക്കുന്നു കമന്റില്. ഇത് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. നല്ല രസമല്ലേ? പക്ഷെ എക്സ്പ്രഷൻ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റത്തെ എക്സ്പ്രഷൻ ആണ്. ഡൗൺലോഡ് ചെയ്ത് എനിക്ക് അയക്കണം കേട്ടോ. ഇത് എല്ലാവർക്കും റീലിലൊന്നും ഇടാൻ. അതെ, അത് നടത്തി 10 വർഷം മുന്നേ 25 വയസ്സുണ്ടോ? ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് 25 വയസ്സ് ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ. പോയ അവിടെ ഇല്ല, സത്യം. അവിടെ ദുബായിൽ ഇപ്പോഴും രഹസ്യമായിട്ട് ചെയ്യുന്നയാ. 18 ഇയേഴ്സിലൊക്കെ. 18-ലാണോ? ദുബായിൽ ടിക്ടോക്ക് ഉണ്ടല്ലോ. അപ്പൊ നീ അവിടെ ചെയ്തോണ്ടിരിക്കുന്ന സാധനമല്ലേ? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഈ ട്രോളന്മാര് ഇവര് പോയി മൈൻഡ് ഔട്ടായി. ഇങ്ങനെ അയവിറക്കുന്ന അല്ല ടിക്ടോക്ക് വരുന്നത് കേട്ടു. ഇല്ല ഇതുവരെ വന്നിട്ടില്ല. വന്ന് നമ്മളറിയും. ഇതല്ല, ഇത് പണ്ടത്തെ കുത്തിപ്പൊക്കെ. ഇടയ്ക്ക് കുത്തിപ്പൊക്കൽ ഉണ്ടായിരുന്നല്ലോ, അഖിലേട്ടന്റെയും അഭിഷേകിന്റെ ഒക്കെ കുത്തിപ്പൊക്കെ. എന്റെ കുത്തിപ്പൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് കാണാലോ. കംപ്ലീറ്റ് കിളി പോയി. ടിക്ടോക്കിൽ ഇപ്പോഴും കൊറേ കിടപ്പുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നീ പേടിക്കാനെന്താ, ദുബായിൽ ഓൾറെഡി ടിക്ടോക്ക് ഉണ്ടല്ലോ, അവിടെ ഉള്ളവർക്ക് കാണാമല്ലോ. ഞാൻ യൂസ് ചെയ്യാറില്ല അക്കൗണ്ട്. ഇയാളെ യൂസ് ചെയ്യുന്നില്ല, ഞാൻ വേറെ യൂസ് ചെയ്തു. ഇത് അഖിലേട്ടാ ഇപ്പൊ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളത് കയറി VPN വെച്ച് കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാൻസ് അല്ലെങ്കിലും നമ്മളൊക്കെ ദ്രോഹിക്കാനല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ട്രെയിലറിന്റെ കാര്യത്തിൽ അത് ശരിയാ. ഇവരിങ്ങനെ ഇരിക്കുന്ന വഴി കൂടെ പോകുന്നവരെ മൊത്തം പിടിച്ച് ഇന്റർവ്യൂ എടുക്കും. ഞാൻ എന്നാ പോട്ടെ. പണ്ടൊക്കെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വഴികൂടെ പോണവരെ. ഞാൻ നിങ്ങളെ പോലെ പ്രഷ്യസ് ആയിട്ടുള്ള വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഭർത്താവ് ഭാര്യ തുപ്പും, ഭാര്യ ഭർത്താവിനെ തുപ്പും. അത് കാണുന്ന ഒരു അപ്പോഴേ വിളിച്ചോണ്ട് എന്താണ് പറയൂ വിശേഷം, അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. അതൊക്കെ താനല്ല എന്റെ ഇന്റർവ്യൂ പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള വലിയ നമ്മളത്ര പ്രഷ്യസ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ബിഗ് ബോസ് ത്രൂ ആണ് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് വരുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. നിങ്ങൾ എല്ലാരും ഡിഫറെന്റ് കാറ്റഗറിന്ന് വന്നതാണ്. സീസൺ ആയിരിക്കുന്നേ. അതെ, ബട്ട് ബിഗ് ബോസ് ആണല്ലോ കോമൺ ഫാക്ടർ. പക്ഷേ സംബന്ധിച്ചാലും ഞങ്ങളുടെ ഈ പടത്തിൽ ഫസ്റ്റ് ഞാനല്ലായിരുന്നു കാസ്റ്റ്, വേറൊരാളായിരുന്നു കാസ്റ്റ്. അതിന്ന് മാറി ഞാൻ കാസ്റ്റ് വന്നു. ഞാൻ കാസ്റ്റ് അഖിലേട്ടനും വേറെ ഏതായിരുന്നു. എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മലയാളത്തിൽ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറായിരുന്നു അഭിഷേകിന്റെ ക്യാരക്ടർ ആദ്യം അവർ സംസാരിച്ചിരുന്നത്. അപ്പം പുള്ളി ഓക്കെ ഒക്കെ പറഞ്ഞു. പിന്നീട് ചില സിനിമയല്ലേ, സ്വാഭാവികമായിട്ടും ഡിസ്കഷനുകളിലൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അങ്ങനെ മാറി. അങ്ങനെ പിന്നെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ വേണ്ടി ഇവരൊരു തീരുമാനം എടുത്തപ്പം ഈ നമ്മുടെ കഥാപാത്രത്തിന് കുറച്ച് ക്യാരക്ടർ വൈസ് ഡെപ്ത് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യേണ്ട ക്യാരക്ടർ അല്ലത്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചിന്തിച്ചത് ജോജി ചേട്ടനെയൊക്കെ പോലൊക്കെ ഒരാൾ ചെയ്യേണ്ട സിനിമയാണ്. കാരണം അങ്ങനൊരു ഇമോഷണൽ ഡെപ്തും ഉണ്ട്, പെർഫോം ചെയ്യാനും ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. മറ്റേ ഒരു തുടക്കക്കാരൻ പോലെ ഒരാളെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഇവർ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല.
ഇവരെന്തിനെന്നെ വിളിച്ചെന്നൊക്കെ ഞാൻ ചോദിച്ചത്. ഉറപ്പായിട്ടും പ്രൊഡ്യൂസേഴ്സ് ഒരു റിസ്ക് എടുത്ത 100% കേട്ടോ. അപ്പൊ അങ്ങനെ അവർ പിന്നെ വിചാരിച്ചു കുറച്ച് പുതിയ ആൾക്കാർ ചെയ്യുമ്പോൾ സിനിമ ചർച്ച ചെയ്യപ്പെടാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ. അപ്പൊ എൻ്റെ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഒരു ടയർ 2 ടയർ 3 കാറ്റഗറിയിലൊക്കെ നിൽക്കുന്ന കുറച്ച് ആക്ടേഴ്സിനെയൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം അതിന് മേളിലോട്ട് പോകാനുള്ള ബഡ്ജറ്റിന്റെ പ്രശ്നം അല്ലെങ്കിൽ സമയത്തിന്റെ പ്രശ്നമൊക്കെ കാരണം ഷൂട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ നിന്ന് പിന്നെ ആണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ വിളിച്ചപ്പോൾ ഞാൻ ജർമ്മനിയിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ വിളിച്ചപ്പോഴും ഇല്ല ഞാനിപ്പം ഒന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ എന്താ രണ്ടായാലും ഞാൻ ലൈഫിൽ പൊതുവെ അങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ. നമ്മൾ എല്ലാം എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തും. നമ്മൾ നോ പറഞ്ഞ് ഒഴിവായാലും നമ്മൾ അതിലേക്ക് ഞാൻ കുറേയൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് പല കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പം ഞാൻ ബിഗ് ബോസിനകത്ത് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞതിന്റെ റീസൺ അതുകൊണ്ടാണ്. അത് ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് എന്നെ, ഷോയോട് താല്പര്യമില്ലാത്ത എന്നെ ഒരു വാശിയുടെ പേരിൽ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമ താത്വിക അവലോകനം ഇറങ്ങിയ സമയത്ത് അത് ഇലക്ഷന് മുന്നേ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം നമ്മൾ അതിനകത്ത് ഒരുക്കി വെച്ചിരുന്ന എല്ലാം ഇലക്ഷന് മുന്നേ ഉള്ള കണ്ടന്റുകളായിരുന്നു. ഇലക്ഷന് മുന്നേ ഇറങ്ങിയാണെങ്കിൽ ആ സിനിമ നല്ല വിജയമായേനെ. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട മാറ്ററുകളാണ്. അപ്പം ഈ അൽഗോരിതം, സോഷ്യൽ മീഡിയ അൽഗോരിതം പോലെ സമൂഹത്തിന് ഒരു അൽഗോരിതം ഉണ്ടല്ലോ, അവർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അത് അന്ന് ഇറങ്ങിയപ്പം കോവിഡായി, പലവിധ കാരണങ്ങളല്ല ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അത് പരാജയപ്പെടണം, അത് വിജയിച്ചാൽ ഞാൻ അടുത്ത പടം ചെയ്തു പോകും. ഞാൻ ബിഗ് ബോസിൽ വരണമെങ്കിൽ അത് വിജയിച്ചാൽ ഞാൻ ബിഗ് ബോസിൽ വരില്ലല്ലോ. അത് ഹിറ്റായാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇമ്മീഡിയറ്റ് അടുത്ത പടം ചെയ്യും. അത് ഹിറ്റാവാതെ തന്നെ എനിക്ക് ജോയിച്ചേട്ടൻ ഉൾപ്പെടെ പല ആൾക്കാരും ഡേറ്റ് ഒന്നും ഞാൻ പ്രോജക്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് മറ്റൊരു ചർച്ച അതിലേക്ക് ബിഗ് ബോസ്. അപ്പോൾ അത് ഒരു എഴുതപ്പെട്ടതാ. കാരണം എന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, ഞാൻ പറയുന്ന കൂടുതൽ ആൾക്കാർ കേൾക്കണം. ഇതൊക്കെ ദൈവം എവിടെയോ തീരുമാനിച്ചതാ. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല നഷ്ടങ്ങളാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം. ഞാൻ പലപ്പോഴും എല്ലാത്തിലും ഞാൻ പൊതുവെ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയ്ക്കും ഒരു നല്ല വിധി തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വലിയ പൈസ ഇവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ, അതായത് നമ്മൾ ആരെയും ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസ കൊണ്ട് നശിപ്പിക്കാനോ കടം കയറി മുടിയാനോ ഒന്നും അല്ല. അപ്പം സിനിമ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ഈ പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞാൽ ഇവരൊന്നും വലിയ പൈസ ഉള്ളവരൊന്നും അല്ല. അവർക്ക് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് അവരെല്ലാവരോടൊക്കെ ചേർന്ന് കൂട്ടായ്മ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. പുതിയ ആൾക്കാരെ വെക്കാൻ തീരുമാനിച്ചു. അവർ വിശ്വസിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ സിനിമ നിങ്ങളോട് പറയുക. ഞങ്ങളെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് ഞങ്ങളൊക്കെ പോകണം എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ പോയി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ആ വിഷയത്തിൽ പ്രതികരിക്കും, ഈ വിഷയത്തിൽ പ്രതികരിക്കും. ഞാൻ എല്ലാ വിഷയത്തിലും പ്രതികരിക്കാം. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കണം. നമ്മളെ വിശ്വസിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റർ സംസാരിക്കുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാകണം. ഇതേ സ്പേസിൽ ഇതേപോലെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസാരിക്കാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചുള്ള സപ്പോർട്ട് ഇതാണ്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ തിരിച്ചൊരു സപ്പോർട്ട് ചെയ്യുക. അത് എന്നെ മാത്രമല്ല, ഇപ്പം എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഞാൻ നാളെ സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അപ്പം അതായത് ഒരു പ്രൊമോഷന്റെ ഒരു അതിപ്രസരം മാറ്റി നിർത്തിയാൽ ഒരു നല്ല സിനിമയാണ് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ ആണല്ലേ. പിന്നെ ഈ പാഷൻ കൊണ്ട് നടക്കുന്നവരെ നമ്മൾ എന്തോരം സപ്പോർട്ട് ചെയ്യണം, അത്ര സപ്പോർട്ട് ചെയ്യണം അല്ലേ. ബിക്കോസ് ഈ സിനിമ എന്ന് പറയുന്നത് കുറെ പേരുടെ സ്വപ്നമല്ലേ. അപ്പൊ അവരുടെ ആ കുറച്ച് ബഡ്ജറ്റിനാണെങ്കിലും എക്സാക്ട്ലി. അപ്പൊ അവര് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നമ്മൾക്ക് ഒരു സന്തോഷമാണല്ലോ അല്ലേ. എക്സാക്ട്ലി. അപ്പോ ഈ സിനിമ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഡൗട്ട് ആയിരുന്നു അവരെന്തായാലും റിസ്ക് എടുത്തേ. പക്ഷെ കണ്ടല്ലോ, ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ ചേട്ടന്റെ ആക്ടിങ്ങിൽ എന്താ തോന്നിയത്? അഖിലേട്ടന്റെ ആക്ടിങ് കണ്ടിട്ട് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് നമ്മൾ പോയി നോക്കും, പലതും നന്നായിട്ടുണ്ടോ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇത് എങ്ങനെ വരും, ഏത് രീതിയിൽ വരുമെന്നൊക്കെ. പക്ഷെ എങ്ങനെ നന്നായി. അത് ലാലേട്ടൻ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ അവിടെ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. എനിക്ക് ഇപ്പം എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ദിവസം ചെയ്യുന്നത് ക്ലൈമാക്സ് സീനാണ്. ഫസ്റ്റ് ദിവസം ഞാൻ വന്ന് അഭിനയിക്കുന്ന ക്ലൈമാക്സ് സീനാവും. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് സീൻ വന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് കഥ ഞാൻ കേട്ടിട്ടില്ല. അന്നേരം എൻ്റെ അടുത്ത് ഡയറക്ടർ ആ സീനെക്കുറിച്ച് പറഞ്ഞതും കേട്ടിട്ട്, കാര്യം ഞാൻ എൻ്റെ ചിന്തയെന്നറിയോ, അഭിഷേകാണല്ലോ നായകൻ, എനിക്ക് റിസ്ക് ഒന്നും ഇല്ലല്ലോ ഈ പടത്തിൽ, ഞാനിത് വന്ന് ചെയ്തിട്ട് ഞാനങ്ങ് പോവും, എനിക്ക് പടം ഇഷ്ടപ്പെട്ടാലേ ഞാൻ പ്രൊമോഷൻ ഇറങ്ങുന്നുള്ളൂ, ഇപ്പോൾ എനിക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവർ തന്നെ ഇടയ്ക്ക്
അഖിൽമാരാണ് നായകനാകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് പരസ്യം ചെയ്തത്. അപ്പം ഞാനതിന് നോ പറയാതിരുന്നത് ഓക്കെ, അവർക്ക് ഞാനാണ് മാർക്കറ്റിംഗ് മെറ്റീരിയൽ എങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, അബിയെ കാട്ടിയും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഞാനാണെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ അപ്പം ഈ അഖിൽമാരാർ നായകനാകുന്നത് വെക്കാനൊരു റീസൺ നമ്മുടെ കഥാപാത്രവും പെർഫോമൻസും ഒരുവിധം നന്നായി വരികയും ചെയ്തു. അത് അവർക്കും ഹാപ്പിയായി. പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്.